തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പരസ്യങ്ങളാണ് ഒന്ന് ചർച്ച ചെയ്തേ കഴിയൂ എന്ന് എനിക്ക് തോന്നുന്ന ഒരു മേഖല. അതായത് ഞാനിവിടെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 ദേശീയ പത്രങ്ങൾ വരുത്തുന്നുണ്ട്. 2 മലയാളം പത്രങ്ങളും 1 ഇംഗ്ലീഷ് പത്രവും. പലപ്പോഴും ഉള്ളത് പോകട്ടെ, ഇന്നത്തെ കാര്യം തന്നെ എടുക്കാം. 3 പത്രവും എടുത്താൽ ആദ്യ പേജിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരസ്യമാണ്. ഇംഗ്ലീഷ് പത്രത്തിൽ തന്നെ മലയാളത്തിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പരസ്യം കൊടുത്തിരിക്കുകയാണ്. യാതൊരു ഔചിത്യവും തത്വദീക്ഷയും ഇല്ലാത്ത കഥകളാണ് ആ പരസ്യത്തിൽ മുഴുവനുമുള്ളത്. അത് സമർത്ഥിക്കാതെ മുൻപോട്ട് പോയാൽ ഞാൻ ഡെമോക്രസിയെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനി എന്ന രീതിയിൽ ആ ജനാധിപത്യത്തോട് ഞാൻ ചെയ്യുന്ന വലിയ വഞ്ചനയായിരിക്കും. അല്ലെങ്കിൽ ആ ജനാധിപത്യത്തെ പരമാവധി പരിരക്ഷിച്ചു കൊണ്ടുപോകണം അടുത്ത തലമുറയിലേക്കും എന്ന് എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് എന്ന് വരും. അതുകൊണ്ടാണ് ഈ പരസ്യത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു കളയാം, ആ ചിന്ത എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കിട്ട് കളയാം എന്ന് ഞാൻ വിചാരിച്ചത്. ആദ്യം തന്നെ കാണുന്നത് എന്താ, ഇത് സത്യത്തിൽ എനിക്ക് എൻ്റെ പൗരബോധം എന്നെ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽ ഇത്തരം പരസ്യങ്ങൾ വരേണ്ടതല്ലേ, ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയിട്ടല്ലേ. അതായത് കോടതി ഡെമോക്രസിയുടെ 2ാമത്തെ തൂണാണ് അല്ലെങ്കിൽ 1ാമത്തെ തൂണാണ് എങ്കിൽ 4ാമത്തെ തൂണാണല്ലോ മാധ്യമങ്ങൾ. ഈ മാധ്യമങ്ങൾ തന്നെ ഇത്തരം പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ എത്ര വലിയ തുക നൽകിയിട്ടാണെങ്കിൽ പോലും ഇത്തരം പരസ്യങ്ങൾ ഏറ്റുവാങ്ങി അവനവന്റെ പത്രത്തിന്റെ മുഖകാന്തി നഷ്ടപ്പെടുത്തുമ്പോൾ ആലോചിക്കേണ്ടേ ഈ പറഞ്ഞിരിക്കുന്നതിൽ സത്യം എന്തുണ്ട്, അതോ ഇത് മുഴുവനും കബളിപ്പിക്കലാണോ എന്ന്. ഇതിപ്പോ കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം പരിഹസിക്കുന്നതിന് തുല്യമാണ് ഇന്നത്തെ ഞാൻ ഈ പറയുന്ന ഈ പത്രങ്ങൾ. നിങ്ങൾ ഈ പത്രങ്ങൾ എടുത്തു നോക്കുക, അപ്പൊ മനസ്സിലാകും. ആ പത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന, അതായത് ഇന്ന് എന്ന് പറയുമ്പോൾ 20/4/2024 ഈ ദിവസത്തെ പത്രങ്ങൾ എടുത്തു നോക്കുക. ഇവിടെ ധാരാളമായിട്ട് വിറ്റഴിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട മാധ്യമ പത്രങ്ങൾ തന്നെയാണ്, ദേശീയ നിലവാരമുള്ള പത്രങ്ങൾ തന്നെയാണ് ഞാനും വരുത്തുന്നതും വായിക്കുന്നതും. ഞാൻ അവയുടെ പേര് പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കണ്ടെത്താം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വെച്ച് തന്നെ നിങ്ങൾക്ക് ആ പത്രങ്ങൾ എളുപ്പം കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ തൻ്റെ രാഷ്ട്രീയ വൈരികളെ വീഴ്ത്താൻ വേണ്ടി ഏതൊക്കെ ജുഗുപ്സാവഹമായ വഴികളിലൂടെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ സഞ്ചരിക്കുന്നത് എന്ന് ഈ പരസ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പൊ ഉദാഹരണത്തിന് അതിൽ പറഞ്ഞിരിക്കുന്ന, എന്തുകൊണ്ട് നമ്മുടെ മക്കൾ പഠനത്തിനും ജോലിക്കുമായി കേരളം വിടുന്നു എന്നാണ് ആദ്യത്തെ. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ആദ്യം ചോദിക്കുന്ന ഏതാനും ചോദ്യങ്ങളാണ്. കേരള സംസ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കാൻ, കേരള സംസ്ഥാനത്തിലെ കഴിഞ്ഞ 70 വർഷകാലത്തെ ഭരണം തെറ്റായ ഭരണമായിരുന്നു, ഭരണകൂടങ്ങൾ ഒന്നും ചെയ്തില്ല എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൽ ആദ്യത്തെ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ പഠനത്തിനും ജോലിക്കുമായി കേരളം വിടുന്നു. ഇത് ഒരു വളരെ തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളം വിട്ടുപോകുന്നു ഇവിടുത്തെ പഠിതാക്കൾ, ശരിയാണ്, അതിൽ സങ്കടമുണ്ട്. അതിനെ നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ബ്രെയിൻ ഡ്രെയിൻ കേരളത്തിന് മാത്രമുള്ള കാര്യമല്ലല്ലോ. ഈ ബ്രെയിൻ ഡ്രെയിൻ നിങ്ങൾ ഓർത്തു നോക്കൂ, കേരളത്തിൽ നിന്ന്, അതായത് റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റ് നോക്കുക, അതും അല്ലെങ്കിൽ ബ്രെയിൻ ഡ്രെയിൻ, അതായത് ബുദ്ധി ഒഴുകിപ്പോകുന്നു എന്നുള്ള ബ്രെയിൻ ഒഴുകിപ്പോകുന്നു എന്ന ആ ഒരു ഇതില് നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും കാര്യങ്ങൾ. അതായത് ഇന്ത്യയിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ പണ്ടൊക്കെ ആണെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടായിരുന്നു, ഇപ്പോൾ പ്രീ ഡിഗ്രി കഴിയുമ്പോൾ മുതൽ ഒരുപക്ഷെ അതിനു മുൻപ് തന്നെ ശ്രമം തുടങ്ങുന്നു വെളിയിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകാനായിട്ട്. അപ്പൊ അങ്ങനെ കേരളത്തിൽ നിന്നും ധാരാളമായി കുട്ടികൾ പുറത്തേക്ക് പോകുന്നു. മാത്രവുമല്ല, കേരളം സാധാരണ രീതിയിൽ ഓൾ ഇന്ത്യ തലത്തിലുള്ളതിനേക്കാൾ കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള ഒരു സംസ്ഥാനമാണ് പണ്ട് മുതൽ.
ആ തൊഴിലില്ലായ്മയുടെ കാരണം കേരളത്തിലെ ഭരണക്കാരുടെ കൊള്ളരുതായ്മയല്ല, ഇവിടെ ആരും ശരിയായി ഭരിക്കാത്തത് കൊണ്ടല്ല. ഇവിടെ തൊഴിലാളികളുടെ മിലിറ്റൻസിയേക്കാൾ കൂടുതൽ ഉയർന്ന തൊഴിൽ വേതനം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 2000 ആണ്ടിലെ കൺവെൻഷനിൽ അനുശാസിക്കുന്ന തരത്തിലുള്ള ഡീസന്റ് വേജ് അത് ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ അത് നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുമ്പോൾ, അതുപോലെ വേതനം കൊടുത്ത് തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ താല്പര്യമില്ലാത്ത വ്യവസായികൾ കേരളത്തിൽ വ്യവസായം തുടങ്ങില്ല. അപ്പൊ കേരളത്തിലെ തൊഴിൽ സൃഷ്ടിക്കാനുള്ള സാധ്യത കുറയും. അതുകൊണ്ട് നമുക്ക് പറയാൻ ഒക്കുകയില്ല കേരളത്തെ ഒരു വ്യവസായ സൗഹൃദമാക്കി തീർക്കാൻ വേണ്ടി ഇവിടുത്തെ തൊഴിലിന്റെ അതായത് വേതനം വെട്ടിക്കുറയ്ക്കണമെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. വേതനം തൊഴിലാളികളുടെ അവകാശമാണ്. അപ്പൊ അങ്ങനെ ആ അവകാശപ്പെട്ട വേതനം, മാന്യമായ വേതനം കേരളത്തിൽ കൊടുക്കുന്നു. അതുകൊണ്ടാണല്ലോ 30-35 ലക്ഷത്തോളം മറ്റു സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ കേരളം തൊഴിൽ ചെയ്യാൻ കൊള്ളാത്ത സ്ഥലമായതുകൊണ്ടല്ല, തൊഴിൽ ചെയ്യാൻ നല്ല സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് വെളിയിലോട്ട് പോകണം, അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ജോലികൾ കിട്ടാൻ. അതുകൊണ്ട് അവർ വെളിയിലേക്ക് പോകുന്നു. പഠിക്കാനും കൂടി വെളിയിലേക്ക് നേരത്തെ തന്നെ പോവുകയാണെങ്കിൽ ജോലി തരപ്പെടുത്തുക എന്നുള്ളത് കുറച്ചും കൂടി എളുപ്പമായതുകൊണ്ട് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോഴേ ഒരുപാട് മലയാളി കുട്ടികൾ പോകുന്നു. പക്ഷെ ഒരുപാട് മലയാളി കുട്ടികൾ പോകുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് പരസ്യം കൊടുത്തിരിക്കുന്ന പത്രങ്ങൾ ഓർക്കുക. ഈ വിദേശ പഠനത്തിന് വേണ്ടി പോകുന്ന കുട്ടികളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്, 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്, 3-ാം സ്ഥാനത്ത് തമിഴ്നാടാണ്. അതിനും ശേഷം മാത്രമേ കേരളം വരുന്നുള്ളൂ. അങ്ങനെയുള്ള സംസ്ഥാനത്ത് നോക്കിക്കൊണ്ട് അയ്യോ കേരളമേ, നിന്റെ കുട്ടികളെല്ലാം കേരളം വിട്ടുപോകുന്നല്ലോ, നീ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നിന്നെ ഭരിച്ച ഗവൺമെന്റുകൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ആ ചോദ്യം, അതായത് സത്യം പറഞ്ഞാൽ മലയാളിയുടെ നെഞ്ചത്ത് ചവിട്ടുന്നതിന് തുല്യമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് മലയാളക്കരയിൽ നിന്ന് മാത്രമാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി വെളിയിലേക്ക് പോകുന്നത് എങ്കിൽ അത് മലയാളത്തിന്റെ കുഴപ്പം കൊണ്ടാണ്. അതായത് ഈ ഭാഷയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ മലയാള നാടിന്റെ കുഴപ്പം കൊണ്ട് മാത്രമാണ് ഇത് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അല്ല. അതായത് അവസരങ്ങൾ അന്വേഷിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെ അവസരങ്ങൾ അന്വേഷിച്ചു പോകുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. അതോടൊപ്പം നമുക്ക് ഫിസിക്കൽ ഡ്രെയിനുമുണ്ട്. അതായത് ബാങ്ക് വായ്പകൾ എടുത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളും ഉണ്ട് ഇക്കൂട്ടത്തില്. പക്ഷേ അതിൽ നിന്ന് അതായത് ഇതൊക്കെ നിങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റിൽ പോയാൽ വളരെ കൃത്യമായിട്ട് കിട്ടും. 90,000 കോടി രൂപയാണ് വിദ്യാഭ്യാസ വായ്പയായിട്ട് ഇന്ത്യയിൽ നിന്ന് എടുത്ത് കിട്ടാക്കടമായി തീർന്നിരിക്കുന്നത് എന്ന് റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റ് പറയുന്നു. അതിൽ എത്ര കോടിയാണ് കേരളത്തിൽ നിന്നുള്ള ഒരു വളരെ ചെറിയ ഭാഗം മാത്രമേ കേരളത്തിൽ നിന്ന് എടുത്തതിൽ കിട്ടാക്കടമായിട്ട് അവശേഷിച്ചിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇത് കേരളത്തിന്റെ ഒരു ഗതികേടായി, അല്ലെങ്കിൽ കേരളത്തെ ഇകഴ്ത്താനുള്ള, ഞങ്ങൾ ഇങ്ങ് വന്നാൽ ഭരണം മെച്ചപ്പെടുത്താം എന്നാണ് ഈ പരസ്യത്തിന്റെ ദാതാവ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെ ഇങ്ങ് ഭരണം ഏൽപ്പിക്കുക, ഞങ്ങൾ നിങ്ങളുടെ നാടിനെ സ്വർഗമാക്കുക. ഇവിടെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്റർനാഷണൽ ലേബർ 10 വർഷം ഭരിച്ച BJP-യുടെ ഭരണ മികവ് കാണണമെങ്കിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഈ അവസാന വട്ടം പുറത്തുവിട്ടിരിക്കുന്ന അൺഎംപ്ലോയ്മെന്റ് സർവേയുടെ റിസൾട്ട് കാണണം. 80% മുകളിലാണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ. 7% മുകളിൽ, അതായത് 2010 മുകളിലുള്ള ഒരു കാലഘട്ടത്തിലും ഇന്ത്യയിൽ 7% മുകളിൽ തൊഴിലില്ലായ്മ വന്നിട്ടില്ല. കേരളത്തിൽ 23% ഒക്കെ തൊഴിലില്ലായ്മ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഓൾ ഇന്ത്യ തലത്തിൽ 7% കൂടുതൽ തൊഴിലില്ലായ്മ വന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ 10 വർഷ കാലത്തിൽ ഒരിക്കലാണ്, കാലം കൊണ്ടാണെന്ന് ഓർക്കുക. ഇപ്പൊ 80% മുകളിൽ നിൽക്കുകയാണ് തൊഴിലില്ലായ്മ നിരക്ക്. അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ തന്നെ 45% മുകളിൽ നിൽക്കുന്നു എന്നാണ് ILO പറയുന്നത്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഒരു സംസ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കാനായിട്ട് ഒരു രാഷ്ട്രീയ വില്ലനും ശ്രമിച്ചുകൂടാ. അങ്ങനെ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്ക് അതിനെതിരെ സംസാരിക്കേണ്ടി വരും. ഇനി ഇതിപ്പോ ഒന്നാമത്തെ കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ. കഴിഞ്ഞ 70 വർഷം കേരളം ഭരിച്ചു മുടിച്ചു, അതായത് അതുകൊണ്ട് ശമ്പളവും പെൻഷനും മുടങ്ങുന്നു എന്ന്
ഓർമ്മിക്കുക, കേരളത്തിന്റെ ചരിത്രം നവംബർ 1 1956 കേരളം ഫോം ചെയ്യപ്പെട്ടതിന് ശേഷം ആദ്യമാണ് ഈ കഴിഞ്ഞ മാർച്ച് മാസം ശമ്പളം ഏപ്രിൽ 1-ാം തീയതി കൊടുക്കാൻ പറ്റാതെ വന്നത്. അതായത് ഏതാനും ദിവസങ്ങൾ, അത് 5-6 ദിവസം, തീർച്ചയായിട്ടും അതൊരു വലിയ തെറ്റാണ്. അതൊരു വലിയ ലജ്ജാവഹമായ, ചരിത്രത്തിൽ ആദ്യമുണ്ടായ ലജ്ജാവഹമായ സംഭവമാണ്. അതിനെന്തിന് 70 വർഷത്തെ ഭരണകൂടങ്ങളെ പഴിക്കണം? ഈ കഴിഞ്ഞ 10 വർഷമായിട്ടില്ല, 2016-17 മുതൽ കേരളം ഭരിക്കാൻ തുടങ്ങിയ ഭരണകൂടത്തിന് മാത്രമാണ് ഇത്തരമൊരു ധനപ്രതിസന്ധിയിലേക്ക് കേരളത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതിന്റെ കാരണം, ബാധ്യത. അല്ലാതെ വേറെ അതിനു മുൻപുള്ള ഒരു ഭരണകൂടവും അത് പങ്കിടേണ്ട കാര്യമില്ല. കാരണം അവരൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നവരാണ്. പക്ഷെ ഈ ഭരണകൂടം പ്രത്യേകിച്ച് രണ്ടാമത് ഭരണം കൊടുക്കുക, തുടർച്ചയായി 2-ാം പ്രാവശ്യം വരിക. അങ്ങനെ 2-ാം പ്രാവശ്യം കേരളത്തിൽ ഒരു ഭരണകൂടം വന്നു. കേന്ദ്രത്തിൽ വന്ന ഭരണകൂടത്തിന്റെയും കേരളത്തിൽ വന്ന ഭരണകൂടത്തിന്റെയും എന്താ പറയുക, അതിന്റെ 2-ാം പ്രാവശ്യം ഭരണത്തിൽ വന്നു എന്നുള്ളതിന്റെ അസഹനീയമായ ദുർഗന്ധമാണ് കേരളത്തിൽ അനുഭവിക്കുന്നതും ഓൾ ഇന്ത്യ തലത്തിൽ അനുഭവിക്കുന്നതും എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അപ്പോൾ ഈ ശമ്പളം ഇല്ലാതെയായത്, കൊടുക്കാൻ താമസിച്ചു പോയത്, ഇതാദ്യമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ. അതുകൊണ്ട് അതിന്റെ കാരണം മുഴുവനും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭരിച്ച ഗവൺമെന്റുകളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്ന പരസ്യം ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ഇനി നമുക്ക് നോക്കാം, ഈ പറഞ്ഞല്ലോ കേരളം വികസനം ഒന്നും കൊണ്ടുവന്നില്ലെന്ന്. ഇതാ ഈ പല വികസന അസമത്വ സർവേകളും വന്നിട്ടുണ്ട്. ഓക്സ്ഫാമിന്റെ തന്നെ അസമത്വ സർവേ എന്ത് പറഞ്ഞു? 1982 GDP-യുടെ 45, ഇന്ത്യയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, 1942 GDP-യുടെ 45% ടോപ്പ് ഏറ്റവും വലിയ ധനികരായ 10% പേരുടെ കയ്യിലായിരുന്നു. ഓക്സ്ഫാം സർവേയുടെ റിസൾട്ടാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 1982 GDP-യുടെ 45% 10% ഇന്ത്യക്കാരുടെ കയ്യിലായിരുന്നു. പക്ഷേ 2022 വന്നപ്പോഴോ ഓക്സ്ഫാം സർവേ പറയുകയാണ് 2022 ആയപ്പോഴേക്കും 63%, അതായത് 1982 45% 10% പേരുടെ കയ്യിൽ ഇരുന്നെങ്കിൽ 2022 ആയപ്പോഴേക്കും GDP-യുടെ 63% 10% ഇന്ത്യക്കാരിലേക്ക് ഒതുങ്ങുന്ന, അത് കേന്ദ്രീകൃതമാകുന്ന തരത്തില് അസമത്വം വർദ്ധിക്കുന്നതായിട്ടാണ് ഓക്സ്ഫാം സർവേ. അത് ഒരു ഇന്റർനാഷണൽ ഏജൻസിയാണ്. എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെയുള്ള അസമത്വ സർവേ നടത്തുന്ന വളരെ വലിയ റേറ്റിംഗ് ഉള്ള ഏജൻസിയാണ്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആ ഏജൻസിയെയും ശരിയായ ഏജൻസിയാണെന്ന് അംഗീകരിക്കുന്നില്ല. അത് വേറെ കാര്യം. അപ്പൊ ഇങ്ങനെ അസമത്വം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണക്കാരന് വേണ്ടിയല്ല ഇതുവരെ ഈ കഴിഞ്ഞ 10 വർഷം ഭരിച്ചത്, ധനികർക്ക് വേണ്ടിയാണ്, അഥവാ കോർപ്പറേറ്റുകൾക്കും അതുപോലുള്ളവർക്കും വേണ്ടിയാണ് എന്നല്ലേ അർത്ഥം വരുന്നത്. അങ്ങനെ ഭരിച്ച ഒരു ഗവൺമെന്റിന്റെ വക്താക്കളാണ് 70 കൊല്ലം ഭരിച്ച കേരളത്തിൽ വികസനം ഉണ്ടായില്ല എന്ന് പറഞ്ഞത്. വികസനം ഉണ്ടായി എന്നുള്ളതിന്റെ തെളിവുകൾ ഞാൻ എത്ര വേണമെങ്കിലും നിങ്ങളുടെ മുൻപിൽ നിരത്താം. ഇനി കേരളത്തിൽ വികസനം വന്നില്ല എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നാണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതായത് മനുഷ്യ വികസന സൂചിക 1991 മനുഷ്യ വികസന സൂചിക ആഗോളതലത്തിൽ സൃഷ്ടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയ ആദ്യ വർഷം തന്നെ ഇന്ത്യയുടെ റാങ്ക് ആഗോളതലത്തിൽ 140ന്റെ ചുറ്റുവട്ടത്തിലായിരുന്നു. പക്ഷേ കേരളത്തിന്റെ റാങ്ക് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തായിരുന്നു. മനുഷ്യ വികസന സൂചികയിൽ 1-ാം സ്ഥാനത്തായിരുന്നു. 1-ാം സ്ഥാനത്താവുക എന്ന് പറഞ്ഞാൽ മറ്റെന്തൊക്കെ സൂചകങ്ങൾ 1-ാം സ്ഥാനത്താണ്? ആരോഗ്യത്തിൽ 1-ാം സ്ഥാനത്താണ്, വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനത്താണ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിൽ, അതായത് ശിശു മരണ നിരക്കിൽ ഏറ്റവും താഴെയാണ്. അതുപോലെ മറ്റേണൽ മോർട്ടാലിറ്റി, അതായത് പ്രസവത്തോടുകൂടി സ്ത്രീകൾ മരിക്കുന്ന നിരക്ക് ഏറ്റവും താഴെയാണ്. അതുപോലെ തന്നെ ലോഞ്ചിവിറ്റി, ആയുർദൈർഘ്യം ഏറ്റവും മുകളിലാണ്.
ഈ ഗുണങ്ങളെല്ലാം ഉള്ള ഒരു സംസ്ഥാനത്തിന്, അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം ഹൈ ആണെങ്കിൽ മാത്രമാണല്ലോ ഈ ആരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെ ഉയർന്നിരിക്കാനുള്ള സാധ്യത ഉണ്ടാവുക. അപ്പോൾ ഈ എല്ലാ സൂചകങ്ങളും ഒന്നാം സ്ഥാനത്താണ് 1991 ആ മനുഷ്യ വികസന സൂചിക പിന്നെ സൃഷ്ടിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ആ കേരളത്തിൽ വികസനം എത്തിയിട്ടില്ല. കഴിഞ്ഞ 70 വർഷത്തെ ഭരണം വെറും ഭരണമായിരുന്നു എന്ന് പറയുന്നതിന്റെ എന്താ വൈചിത്ര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്ര വലിയ ശുദ്ധ അസംബന്ധമാണെന്ന്. മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇത് ഏതെങ്കിലും ഒരു വർഷമെങ്കിലും പിന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് വരാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷെ അതുപോലും സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള കേരളത്തെയാണ് വികസനം എത്തിപ്പെടാത്ത ഒരു രാജ്യം എന്ന്, സംസ്ഥാനം എന്ന് പരിഹസിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ആരോഗ്യമേഖലയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓർക്കണം, കോവിഡ് കാലത്ത് ആ വടക്കേ ഇന്ത്യയിലെ, അതായത് നമ്മളെല്ലാവരും നമസ്കരിക്കുന്ന പുണ്യനദിയായ ഗംഗാ നദിയിലൂടെയൊക്കെ ഒഴുകി നടന്ന ശവശരീരങ്ങളുടെ എണ്ണം ഒന്ന് കണക്കുകൂട്ടി നോക്കൂ. എന്തുകൊണ്ടാണ് പ്രാഥമിക ആരോഗ്യ സേവന കേന്ദ്രങ്ങൾ പോലും വടക്കേ ഇന്ത്യയിൽ ഇല്ല? അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ഈ 10 വർഷം എന്ന് പറയുമ്പോൾ 2014, 15 മുതൽ 19, 20, 21 കോവിഡ്. ആ കോവിഡ് കാലം വരെയുള്ള കാലത്ത് ഈ ജനങ്ങളെ അത്രയധികം സേവിച്ചിരുന്നെങ്കിൽ, സാധാരണക്കാരന് സേവനം കൊടുത്തിരുന്നെങ്കിൽ, സാധാരണക്കാരന്റെ ജീവന് കാര്യമായി കണക്കാക്കിയിരുന്നെങ്കിൽ, വിദ്യാഭ്യാസം കാര്യമായി കണക്കാക്കിയിരുന്നെങ്കിൽ ഇന്ത്യയുടെ നില മറ്റൊന്നാകുമായിരുന്നില്ലേ ഈ പറയുന്ന കണക്കിലാണെങ്കിൽ? അപ്പൊ അത് നടന്നില്ല. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ മരണം നിരക്ക് വളരെയധികം ലക്ഷങ്ങളിലേക്ക് ഉയർന്നത്. മാത്രവുമല്ല ആ ഡെഡ് ബോഡീസ് പിന്നെ എന്താണ് നദികളിലൂടെ ഒഴുകി നടക്കേണ്ടി വന്നതും, അനാഥമായിട്ട് ഒഴുകി നടക്കേണ്ടി വന്നതും. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തെ വളരെ മോശമായിട്ട് ഇകഴ്ത്തി ഈ പരസ്യം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരു തെറ്റാണ്. അപ്പൊ അങ്ങനെ ഇനി പിന്നെ വികസനം എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി ഒരു കാര്യവും കൂടി പ്രത്യേകമായിട്ട് എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതായത് ജി എസ് ഡി പിയുടെ ഗ്രോത്ത് ഞാൻ ഇവിടെ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ പെർ ക്യാപിറ്റ ഇൻകം, അതാണല്ലോ വ്യക്തികളുടെ ജീവിത നിലവാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. 7ാമത്തെ ഹയസ്റ്റ് GSDP, അതായത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 7ാമത്തെ ഏറ്റവും ഉയർന്ന GSDP പെർ ക്യാപിറ്റ ആളോഹരി വരുമാനമാണ് കേരളത്തിനുള്ളത്. അങ്ങനെയുള്ള കേരളത്തെ പറ്റിയാണ് വികസനം എത്തിയിട്ടില്ല എന്ന് പരസ്യത്തിൽ പറയുന്നത്. ആ പരസ്യം കൊടുത്ത മാധ്യമങ്ങളും പരസ്യം കൊടുത്ത ആ ഏജൻസിയും, അതായത് രാഷ്ട്രീയ ഏജൻസിയും കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ കോടതി അവരോട് അവരെ കൊണ്ട് അതിന് ഉത്തരം പറയിക്കണം എന്നുള്ളതാണ് എൻ്റെ പിന്നെ അഭ്യർത്ഥന. നമുക്ക് ഇപ്പൊ അങ്ങനെ ഈ കേരളത്തെ ഇകഴ്ത്തി പാടുമ്പോൾ നമ്മളോട് നമ്മുടെ ഒരു മഹാകവി പാടിയ ഒരു പാട്ടുണ്ട്. എന്താണ്? ഭാരതം എന്ന് കേട്ടാൽ നമിക്കണം ശിരസ്, പക്ഷെ കേരളം എന്ന് കേട്ടാലോ ചോര തിളയ്ക്കണം ഞരമ്പുകളിൽ എന്നാണ് കവി പാടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തെ പറ്റി ഇത്ര മോശമായിട്ട് ഇല്ലാ കഥ ഉണ്ടാക്കി എല്ലാ പത്രങ്ങളിലും ആദ്യ പേജിൽ തന്നെ വലിയ പരസ്യം കൊടുത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഇകഴ്ത്താൻ ശ്രമിക്കുന്ന ശക്തികൾ ആരാണെങ്കിലും അവർ ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് വോട്ട് ചോദിച്ച് ജയിച്ചു പോകാൻ പാടില്ല. ആ കാര്യം മനസ്സിൽ ഊന്നണം. കാരണം നമുക്കറിയാം, നമ്മുടെ കേരളം, നമ്മുടെ കേരളത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവിടെ ധനപ്രതിസന്ധി ഒക്കെ ഉണ്ട്. പക്ഷെ ആ പ്രതിസന്ധിയിൽ നിന്നൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ കരകയറ്റി നമുക്ക് വീണ്ടും മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകാനുള്ള ശക്തിയുണ്ട്. ആ ശക്തി തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രതികരിക്കാൻ കഴിയണം. ആ ശക്തി തിരിച്ചറിഞ്ഞ് അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ ഉത്തരോത്തരം വളർച്ചയിലേക്ക് നയിക്കുന്ന ഗവൺമെന്റിനെ കൊണ്ടുവരാനും നമുക്ക് കഴിയും എന്നുള്ളത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ചോര തിളയ്ക്കണം ഞരമ്പുകളിൽ എന്ന വാക്കുകൾ, മഹാകവിയുടെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട്, അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഞാനിവിടെ ഈ പ്രതിഷേധം നിങ്ങളുടെ മുൻപിൽ പ്രകടിപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇത് ശ്രവിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ പ്രതിഷേധം ഞാനിവിടെ ഉണർത്തിക്കുന്നത്.